പ്രതീഷ്, ഇവിടെ ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ വലിയ കെടുകാര്യസ്ഥതയും വീഴ്ചയും ഒക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്ന് കൂടുതൽ വ്യക്തമാവുകയല്ലേ? ദേവസ്വം വിജിലൻസ് ഇനി ഏത് തരത്തിലായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക? വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമെന്ന് കരുതാവുന്ന വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ദേവസ്വത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിൽ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകൾ എണ്ണിപ്പറയുന്ന ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് ഇനിയിപ്പോൾ വരാൻ സാധ്യതയുള്ളത്? കാരണം 2019 തന്നെ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് എന്നൊക്കെയാണല്ലോ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ കാര്യത്തിൽ എങ്ങനെയായിരിക്കും വിജിലൻസിന്റെ തുടരന്വേഷണം ഉണ്ടാവുക? അജിക്ക് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. പക്ഷേ അപ്പോഴും ജി.കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗുരുതരമായ വീഴ്ച അക്കാലത്തെ ദേവസ്വം ബോർഡിന് ഉണ്ടായി എന്നതിൽ ഒരു തർക്കവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരു വ്യക്തി മാത്രം വിചാരിച്ചതുകൊണ്ട് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോവുകയും ഈ മറ്റൊരു സ്ഥലത്ത് പ്രദർശിപ്പിക്കുകയും അത്തരത്തിൽ പണപ്പിരിവ് നടത്തിയെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇടപാടുകളൊക്കെ തന്നെ അതിലേക്ക് പോകാൻ മറ്റ് സഹായങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി കഴിയില്ല എന്നതാണ് പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് തന്നെ 2019 തുടർന്നുള്ള ഈ ദേവസ്വം ഭരണസമിതിയിലെ കാര്യങ്ങൾ കൂടി അവരുടെ അംഗങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2019 വലിയ വീഴ്ച, ഗുരുതരമായ വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നിലവിലെ ദേവസ്വം ബോർഡ് അത് സമ്മതിക്കുന്നുമുണ്ട്. കാരണം ഒരു ഉത്തരവിറക്കുന്നു, ആ ഉത്തരവിൽ പോലും വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഒരു 2019 അപരിചിതനായ ഒരു വ്യക്തിക്ക് ഈ സ്വർണ്ണപ്പാളി ഒരു സ്വർണം പൂശാൻ, ചെമ്പുപാളി എന്ന് പറഞ്ഞ് സ്വർണ്ണം പൂശാൻ നൽകുന്നു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിക്കുന്നില്ല. ഈ ചെമ്പുപാളി അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി അദ്ദേഹത്തിന് കൈമാറുമ്പോൾ അതിന്റെ കൂടെ ഉദ്യോഗസ്ഥരോ ദേവസ്വം ബോർഡിന്റെ മറ്റ് ഭരണസമിതിയിലുള്ള ആളുകളോ അനുഗമിക്കുന്നില്ല. അത് കൊടുക്കുന്നു, 40 ദിവസം കഴിഞ്ഞ് തിരികെ കൊണ്ടുവരുന്നു. ആകെ ഈ സ്വർണം പൂശിയതിനു ശേഷം ചെന്നൈയിൽ വെച്ച് മാത്രമാണ് ഇതിന്റെ ഭാരപരിശോധന നടത്തുന്നത്. പക്ഷേ സന്നിധാനത്ത് തിരികെ എത്തിച്ച് ഇത് പുനഃസ്ഥാപിക്കുന്ന ഘട്ടത്തിൽ പോലും ഭാരപരിശോധന നടത്തുന്നില്ല. തിരുവാഭരണം കമ്മീഷണറെ അറിയിക്കുന്നില്ല. മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഇല്ലാതെ ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെ വലിയ വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ച് കൂടി അന്വേഷണം നടത്തണം. അത്തരത്തിലൊരു നീക്കമാണ് നിലവിൽ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം ഈ ശബരിമല കേന്ദ്രീകരിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ, ഇടപെടലുകൾ, ഇക്കാര്യങ്ങളിലടക്കം വലിയ പരിശോധന വേണം. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ പിന്തുണ, വലിയ സ്വീകാര്യത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ലഭിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും ഈ പല സ്പോൺസർഷിപ്പുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ് അവിടെ പല സ്പോൺസർഷിപ്പുകളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലടക്കം കൃത്യമായ പരിശോധന വേണം. മുകളിൽ ഉന്നത തലങ്ങളിൽ ഒരു ഇടപെടൽ ഇല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി ഇക്കാര്യങ്ങളിൽ ഒന്നും നടത്താൻ കഴിയില്ല എന്നതാണ് പ്രധാനമായി ഉയരുന്ന ആക്ഷേപം. അതുകൊണ്ട് അക്കാര്യങ്ങളിലടക്കം വിജിലൻസ് പരിശോധന നടത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജയശങ്കർ, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇടനിലക്കാരനായി നിന്നുകൊണ്ട് പല ഇടപാടുകളും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ടെന്ന സംശയം നിലനിൽക്കുകയും ധാരാളം വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഉയർന്നു വരുമ്പോഴും ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചിരിക്കുന്നത് സത്യം ഒരു നാൾ തെളിയുമെന്നാണ്. ഇങ്ങനെ പ്രതികരിക്കാൻ, അതായത് തുടർച്ചയായി 2 ദിവസം വിജിലൻസ് ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടും ഇങ്ങനെ പ്രതികരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആത്മവിശ്വാസം നൽകുന്നത് എന്തായിരിക്കാം? മാത്രമല്ല, ഈ വിഷയത്തിൽ പന്തളം കൊട്ടാരത്തിന്റെ ഒരു പ്രതികരണമാണ് വന്നത്. അത് സമഗ്രമായ അന്വേഷണത്തിലൂടെ വിശ്വാസികളുടെ വിശ്വാസം ആർജിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം എന്ന് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പന്തളം കൊട്ടാരം ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഏത് തരത്തിലുള്ള ഇടപെടലാണ് പന്തളം കൊട്ടാരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങൾ ഉണ്ടായ ഘട്ടം മുതൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഘട്ടം മുതൽ തന്നെ അദ്ദേഹം വളരെ വിശ്വാസത്തോടുകൂടി കോടതി ഏത് തരത്തിലുള്ള നടപടികൾ നേരിട്ടാലും നിർദ്ദേശിച്ചാലും അതിനൊക്കെ തന്നെ വഴങ്ങുമെന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ പോലും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാമെന്നാണ് ഏത് ഘട്ടത്തിൽ വിളിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലെ വലിയൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് രേഖകൾ തന്നെയാണ്. കൃത്യമായി ദേവസ്വം ബോർഡിൽ നിന്ന് രേഖകൾ വാങ്ങിയതിനു ശേഷം, ചെമ്പാണെന്ന തരത്തിലുള്ള രേഖകൾ ഉൾപ്പെടെ വാങ്ങിയതിനു ശേഷമാണ് 2019 2025 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ രേഖകൾ കയ്യിലുണ്ടാകുമ്പോൾ താൻ എങ്ങനെ കുറ്റവാളിയാകുമെന്നൊരു ചോദ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റിടപാടുകളെക്കുറിച്ച് പലതരത്തിലുള്ള ശബരിമല കേന്ദ്രീകരിച്ച് ഇടപാടുകൾ നടത്തിയെന്ന ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ ആക്ഷേപങ്ങൾക്കപ്പുറം ഇക്കാര്യങ്ങൾ പലതിനും നിലവിൽ സാധൂകരിക്കുന്ന തെളിവുകളില്ല, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പണം തട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പരാതിക്കാരില്ല. ഒപ്പം തന്നെ ഈ കട്ടിൽ
നാട്ടിലെ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പ്രദർശനത്തിൽ വെച്ചു എന്നൊരു ആക്ഷേപവും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഇതുവരെ മറ്റ് അന്വേഷണങ്ങളോ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ദേവസ്വം വിജിലൻസോ ഇല്ലെങ്കിൽ മറ്റ് ഏജൻസികളോ നിലവിൽ നടത്തുന്ന ഒരു സാഹചര്യമില്ല. അതൊക്കെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആത്മവിശ്വാസം. അതായത് കൃത്യമായി താൻ നടത്തിയ ഇടപാടുകൾക്ക് അതിൻ്റെ തെളിവുകളുണ്ട്, രേഖകളുണ്ട്, അനുമതിയോടുകൂടിയാണ് ഇടപാടുകൾ നടത്തിയതെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അദ്ദേഹവും പറയുന്നത്. ആ ആത്മവിശ്വാസം തന്നെയാണ് ഓരോ തവണയും ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിക്കുകയും ചെയ്യുന്നത്. പന്തളം കൊട്ടാരത്തെ സംബന്ധിച്ച് അവർ ശബരിമല അയ്യപ്പൻ്റെ പിതൃസ്ഥാനത്തുള്ള ആളുകളാണ്. ആചാരപരമായി മാത്രമാണ് പന്തളം കൊട്ടാരത്തിന് ശബരിമലയിൽ സ്ഥാനമുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു അധികാരം പന്തളം കൊട്ടാരത്തിന് ഈ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടില്ല. അവർ ഈ വിഷയത്തിൽ അവരുടെ ഒരു നിലപാട് അവരറിയിച്ചു. അതായത് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവരുടെ അതൃപ്തി അറിയിച്ചു. ഒപ്പം തന്നെ വിശദമായ അന്വേഷണം വേണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഉത്തരം വരുമെന്നൊരു നിലപാട് അവരറിയിച്ചു. അതിനപ്പുറത്തേക്ക് അവരെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ അവരുടെ നിലപാട് അറിയിക്കുക, അതിനപ്പുറത്തേക്ക് മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള അധികാരം നിലവിലെ സംവിധാനത്തിൽ പന്തളം കൊട്ടാരത്തിനില്ല. പക്ഷേ പന്തളം കൊട്ടാരത്തെ സംബന്ധിച്ച് ഇങ്ങനെ നിരന്തരം ശബരിമലയെ വിവാദത്തിലാക്കുന്നതിൽ കടുത്ത അതൃപ്തിയുണ്ട്. അത് ബന്ധപ്പെട്ടവരെ അവർ രൂക്ഷമായ രീതിയിൽ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് GK നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, AV ജയശങ്കർ MG പ്രതീക്ഷുമാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ, അതിൽ പ്രധാനമായും ഇനിയും ഈ കാര്യത്തിലുള്ള ദുരൂഹത ഇതുവരെ നീങ്ങിയിട്ടില്ല. ഈ കാര്യത്തിൽ അന്വേഷണം ഏത് ദിശയിലാണ് മുന്നോട്ട് പോവുക എന്നതാണ് ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എന്ത് നടപടിയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. MG പ്രതീഷും AV ജയശങ്കറുമാണ് ഇന്ന് ഈ വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളും അതിലെ പ്രതികരണങ്ങളും നമ്മളിലേക്ക് എത്തിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.